എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളോ പുരുഷനോ ആരും ആയിക്കോട്ടെ, നമ്മൾ രാവിലത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബസ് പോകും, അല്ലെങ്കിൽ നമുക്ക് സമയത്ത് ജോലി സ്ഥലത്ത് ചെല്ലണം, സ്കൂളിൽ ചെല്ലണം. ഈ കാര്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് വരുത്തിയേച്ച് ഇറങ്ങുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ വളരെ ചെറിയൊരു പാത്രത്തിനകത്ത് ശകലം ചോറ് കൊണ്ടുപോകുന്നു, അവിടെ ഓഫീസിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് സ്കൂളിലോ വെച്ച് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം നമ്മൾ ഈ രാവിലെയും ഉച്ചയ്ക്കും വളരെ കുറച്ച് ഫുഡേ കഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെയാണ് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്താണ്. ഇപ്പോൾ എനിക്കൊന്നിപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പോൾ രാത്രിയാണല്ലോ കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സമയം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡാണ് മെയിൻ ഫുഡായിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ പല അസുഖങ്ങൾക്കും കാരണം ഈ രാത്രിയിലുള്ള ഈ ഫുഡ് കഴിപ്പ് തന്നെയാണ്. ഇപ്പം എനിക്കൊന്ന് അടുത്ത ഒരു കാലമായിട്ട് എല്ലാവരും കൂടുതൽ ആൾക്കാർ 90% ആൾക്കാരും രാത്രിയിൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം നമ്മൾ പകലത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡോ ചിക്കൻ്റെ വിഭവങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ മന്തി അല്ലെങ്കിൽ പൊറോട്ട ഇങ്ങനെ ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങളാണ് നമ്മൾ രാത്രി കഴിക്കുന്നത്. ഇത് കഴിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് വേറെ യാതൊരു പണിയില്ല, നമ്മൾ നേരെ കയറി കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ ഈ കലോറി എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, പിന്നെ നമ്മൾ പതിവ് പോലെ ജോലിക്കുക. അപ്പം നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ അടിഞ്ഞുകൂടി നമുക്കില്ലാത്ത അസുഖങ്ങളെല്ലാം വരും. പൊറോട്ടയൊന്നും ദഹിക്കത്തേ ഇല്ല. അപ്പം നമുക്ക് ഈ ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും നമ്മൾ മാറ്റേണ്ടത്. ഇത് മാറ്റിയാൽ തന്നെ നമ്മുടെ പല അസുഖങ്ങളും കുറയും. അപ്പം അമിതവണ്ണം അല്ലെങ്കിൽ PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ ഈ ഓർഡർ നേരെ തിരിക്കുക. അതായത് രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നമ്മൾ ആസ്വദിച്ച് നല്ലപോലെ വയറ് നിറയുന്നിടം വരെ കഴിക്കുക. ഉച്ചയ്ക്ക് അതിലും കുറവ്, രാത്രി വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക. നമ്മളൊക്കെ പണ്ടൊക്കെയുള്ള പ്രായമുള്ളവരെ ശ്രദ്ധിച്ചറിയാം, അവർ രാത്രി ലൈറ്റായിട്ട് കഞ്ഞിയായിരിക്കും. മിക്കവാറും ആൾക്കാർക്കൊക്കെ കഞ്ഞിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള സാധനമേ കഴിക്കത്തുള്ളൂ. രാവിലെ നന്നായിട്ട് കഴിക്കും, ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കും. അപ്പം നമുക്ക് കഴിച്ച ഭക്ഷണം ദഹിക്കാനുള്ള സമയമുണ്ട്. രാത്രി ലൈറ്റായിട്ട് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതാണ് ഏറ്റവും നല്ല ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അമിതമായിട്ടുള്ള കുടവയറും വണ്ണവും ഒക്കെ കുറയും. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടില്ലേ, രാവിലെ രാജാവിനെ പോലെ കഴിക്കണമെന്ന്. ആ ഒരു രീതിയാണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു രാവിലത്തെ കാപ്പിക്കുള്ളത് ഒരു പാത്രത്തിനകത്തോട്ട് പൊതിഞ്ഞെടുത്തുകൊണ്ട് പോയിട്ട് ഓഫീസിൽ എവിടെയാണെന്ന് വെച്ചാൽ കഴിക്കുക. നമ്മൾ എന്തായാലും ശരി രാവിലത്തെ ഫുഡ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു രീതി അത് വളരെ തെറ്റാണ്. അപ്പോൾ രാവിലെ നന്നായിട്ട് കഴിക്കുക, ഉച്ചയ്ക്ക് രാവിലെ കഴിച്ചതിൻ്റെ അത്രയും കഴിക്കരുത്. രാത്രിയിൽ ഏറ്റവും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കേണ്ട സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും രാത്രി ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 9:30 കഴിയുമ്പോഴാണ്. ശരിക്കും 8 മണി മാക്സിമം പോയ 8 മണി 7 മണിക്ക് അത്താഴം കഴിച്ചാൽ അത്രയും നല്ലത്. എന്നെങ്കിൽ മാത്രമേ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറിക്കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.